ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷോർട്സ് വീഡിയോസിൽ ഇതിലെങ്ങനെയാണ് നമുക്ക് കസ്റ്റമൈസബിൾ ആയ ഒരു തംബ്നെയിലെല്ലാം കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ തംബ്നെയിലെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് അവരുടെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ മറ്റു ആപ്ലിക്കേഷനിലെല്ലാം ഇതുപോലെ ഒരു കസ്റ്റം തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്ത് അതിൽ നമുക്ക് ഈ ഒരു കസ്റ്റം തംബ്നെയിലെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കാറുണ്ട്. എന്നാൽ യൂട്യൂബിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയുടെ ഒരു പോർഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തംബ്നെയിലിന് പറ്റുന്ന ഒരു കാര്യമെല്ലാം ആഡ് ചെയ്ത് ഇത് നമ്മൾ എഡിറ്റ് എന്ന് കൊടുത്തതിന് ശേഷം ആ ഒരു വീഡിയോയുടെ ആ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് തംബ്നെയിലാക്കുകയെല്ലാമാണ്. എന്നാൽ ഇങ്ങനെയല്ലാതെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു തംബ്നെയിൽ നിങ്ങളുടെ ഷോർട്സിനെല്ലാം കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. YT സ്റ്റുഡിയോ അല്ല ഓപ്പൺ ചെയ്യേണ്ടത്, നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഷോർട്സ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിന് സൈഡിലായി ഇവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട വീഡിയോ ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ഈ ഒരു കസ്റ്റം തംബ്നെയിൽ, അതായത് നമ്മുടെ ഷോർട്സിന് വേണ്ട ഈ തംബ്നെയിലെല്ലാം തന്നെ ഇതും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പ്ലേ ആകുന്നുണ്ട്. അതിനുശേഷം ഈ രണ്ടാമത്തെ ഈ ഒരു തംബ്നെയിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് 2 സെക്കൻഡ് എന്നെല്ലാം വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തതിന് ശേഷം ഏറ്റവും ചെറിയ സൈസിലേക്ക് ഇതിനെ മാറ്റാം. ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം 0.1 സെക്കൻഡ് എന്നെല്ലാം വന്നിട്ടുണ്ട്. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ ഡൺ എന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് ഇനി ഈ ഒരു പെൻസിൽ ഐക്കണെല്ലാം ലഭിക്കുന്നത്. ഈ ഒരു പെൻസിൽ ഐക്കണിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്കിത് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ നമ്മുടെ ഈ ഒരു തംബ്നെയിലുള്ളത് ആ ഒരു ഭാഗത്തേക്ക് ഇത് കൊണ്ടുവന്നതിന് ശേഷം ഈ ടിക്ക് മാർക്ക് എല്ലാം തന്നെ ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു വീഡിയോക്ക് ഈ ഒരു തംബ്നെയിലെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഈ വീഡിയോയ്ക്ക് വേണ്ട ടൈറ്റിൽ, അതുപോലെ ഇവിടെ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ എല്ലാം തന്നെ ആഡ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലോഡ് എന്ന് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കസ്റ്റം തംബ്നെയിലെല്ലാം നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിൽ ആഡായിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ വ്യൂവേഴ്സിന് ഈ ഒരു കസ്റ്റം തംബ്നെയിലെല്ലാം ആയിരിക്കും ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം കാണിക്കുക. ഇത് നിങ്ങളുടെ വീഡിയോസിന് ഒരു പ്രൊഫഷണൽ ടച്ച് എല്ലാം നൽകുന്നതും അതുപോലെ ഷോർട്സ് എല്ലാം ചെയ്യുന്നവർക്ക് അവർക്ക് വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കാനും എല്ലാം സാധിക്കും. നല്ല രീതിയിലുള്ള തംബ്നെയിലെല്ലാം ഇതുപോലെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.